ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നല്ലൊരു കരിയാപ്പിനെയാണ് പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയത്തില്ല. ഒരു വർഷമായിട്ടുള്ള ഈ കരിയാപ്പം ഇതിങ്ങനെ തഴച്ച് വളർന്ന് നിൽക്കുന്നതിൻ്റെ ഒന്നാമത്തെ കാരണം സൂര്യപ്രകാശം. പിന്നെ ഇതിനെ നട്ട രീതികൾ ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഒരു ചെറിയ തയ്യെ നല്ലനെ ഇത് കണ്ടോ, ചെറിയ ഇലയുള്ള നല്ലനെ ഒരു കരിയാപ്പിനെ ചെറിയൊരു ചാക്കിൽ ആക്കി വളമൊക്കെ നന്നായിട്ടിട്ട് അതിൻ്റെ അകത്താക്കി ഒരു 3 മാസമൊക്കെ ആയപ്പം അത് കുറച്ച് ഗ്രോത്തായിട്ട് വന്നപ്പം ഞാൻ അതിനെ ഈ ഭാഗത്ത് ആ ചാക്കിൻ്റെ മൂട് വലിച്ച് പിഴുത് വെച്ചില്ല. ചാക്കിൻ്റെ മൂടൊന്ന് കണ്ടിച്ചിട്ട് ഞാൻ അങ്ങനെ തോടുകൂടി ഇറക്കിയിട്ട് അപ്പം കരിയാപ്പിനുള്ള വളമെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കൊടുത്ത വളമെന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊരിക്കൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് പിന്നെ പഴത്തൊലി കിട്ടുന്ന പഴത്തൊലി എല്ലാം ഇട്ടിട്ട് 3-4 ദിവസം കഴിയുമ്പോൾ അത് നല്ലതായിട്ട് ഞെരടിയെടുത്ത് അതിൻ്റെ വെള്ളം ഒരു 3-4 ലിറ്റർ വെള്ളം കൂടെ, ഒരു 4 ഇരട്ടി വെള്ളം കൂടെ ചേർത്ത് ആഴ്ചയിൽ ഒരിക്കൽ ഇത് കൊടുക്കുമായിരുന്നു. വേറെ ഒരു വളവും ഇതിന് കൊടുത്തിട്ടില്ല, ഒരു വളം പോലും ഞാൻ കൊടുത്തിട്ടില്ല. കണ്ടോ ഇത്രയും പക്ഷെങ്കിൽ ഒരു കാര്യം കൂടെ ഞാൻ ചെയ്തു. ഇതിൻ്റെ കരിയാപ്പില ഒരു സമയം വരെ ഇതൊരു പൊക്കമായി ഈ അടുത്ത സമയങ്ങളിലാണ് ഇതിൻ്റെ ഈ തണ്ടുകൾ നമ്മൾ കറിക്ക് വേണ്ടി മുറിച്ചെടുത്ത്. അതിന് മുമ്പ് വരെയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചാലും ഇതെല്ലാം ഒരു തണ്ട് പോലും എടുക്കുക. അപ്പോൾ അതിൻ്റെ വളർച്ച മുരടിക്കുക. നമ്മൾ ഇതേന്ന് ഓരോ ഇല എടുത്ത് മാറ്റുകയും പറിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ വളർച്ചയെ മുരടിക്കും. അത് ഈ ഒരു ഭാഗം ഇത്രയല്ല, കുറച്ചുകൂടെ ഞാൻ നേരത്തെ ഇപ്പോൾ ഒരു വർഷമായി, ഒരു 4-5-6 മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വളർച്ചയൊക്കെ എത്തിയതിന് ശേഷമാണ് ഇതിൻ്റെ കമ്പുകൾ അത് കട്ട് ചെയ്തെടുക്കണം. കത്രിക വെച്ചോ എങ്ങനെയും കട്ട് ചെയ്തേ എടുക്കാവൂ. ഒരു കാരണവശാലും ഒടിച്ചെടുക്കുകയോ ഒക്കെ ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്തുനിന്ന് വെള്ളം ഇറങ്ങി ഇതിന് വേഗം കേടും ഫംഗസും ഒക്കെ പിടിക്കാൻ ഇടയാകും. പിന്നെ ഞങ്ങൾ പൂപ്പലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി ചതച്ച കഞ്ഞിവെള്ളത്തിലിടും. അതും 2-3 ദിവസം പുളിപ്പിച്ചിട്ട് അതിനൊരു വല്ലാത്ത സ്മെല്ലാണ്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കീടങ്ങളൊക്കെ ഒത്തിരി വരാതൊക്കെ ഇരിക്കും. അങ്ങനെ ഞാൻ ചെയ്ത രീതി. എന്നിട്ട് സൂര്യപ്രകാശമുള്ള സ്ഥലമാണ് ഇവിടെ. നല്ല സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്ത് മാത്രമേ ഇത് വെക്കാവൂ. ചൂടലിലൊന്നും കൊണ്ടുവെക്കരുത്. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ആർക്കും ഒരു വർഷം കൊണ്ട് ഇത്രയും നല്ല ഗ്രോത്തിൽ കണ്ടോ വളരുന്ന ഒരു നല്ലതായിട്ട്. എല്ലാവരും എന്നോട് ചോദിക്കും ഇത്രയും വേഗത്തിൽ എങ്ങനെയാണ് ഈ കരിയാപ്പ് ഇങ്ങനെ കിട്ടിയതെന്ന്. അത് ഞാനിങ്ങനെയാണ് ചെയ്തത്. ഇങ്ങനെ ചെയ്താൽ ആർക്കും ഇത് കിട്ടും. ഓക്കെ.